ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം ആഗമനകാലം 4-ാം ഞായർ. പാപം ചെയ്യാൻ പോലീസിന്റെ സഹായം വേണം. എന്തിങ്ങനെ പറയണേ? ഇന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെ വാക്യങ്ങളാണ്. അതിലെ 21-ാമത്തെ വാക്യം, മാലാഖ ജോസഫിനോട് പറയാണ്, അവളൊരു മകനെ പ്രസവിക്കും, മറിയം. അവൻ തന്റെ ജനത്തെ അവന്റെ പാപങ്ങൾ രക്ഷിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഇതാണ് ആ വചനം. ആ വചനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. എന്തുകൊണ്ടാണ് യേശു എന്ന പേര്? യേശു എന്ന പേര് മറ്റു പലർക്കും ഉണ്ടായിരുന്നു. ഈ ബറാബാസിന്റെ മുഴുവൻ പേര് ജീസസ് ബറാബാസ് എന്നാണ്. യേശു ബറാബാസ്. സീറാഖിന്റെ മകൻ യേശുവാണ് സഭാപ്രസംഗൻ എന്ന പ്രഭാഷകൻ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് പഴയ നിയമത്തില്. അപ്പൊ ഇങ്ങനെ യേശു എന്ന പേരുണ്ടായിരുന്നു. പക്ഷെ മറിയത്തിന്റെ കുഞ്ഞിന് യേശു എന്ന് പേരിടാൻ വേറൊരു കാരണമുണ്ട്. എന്താണ്? അവൻ, ഈ മറിയത്തിന്റെ മകൻ, തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു എന്ന് പേരിടേണ്ടത്. യേശു, അതിന്റെ ഹീബ്രു യശുവ, ജോഷുവ എന്നൊക്കെ നമ്മൾ പറയും. യശുവ, യാഹ്വേ രക്ഷിക്കുന്നു, യാഹ്വേ രക്ഷ കൊണ്ടുവരുന്നു എന്നെല്ലാമാണ് വാക്ക്. എന്ത് രക്ഷയാണ് കൊണ്ടുവരുന്നത്? പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. പാപങ്ങളിൽ നിന്ന്. സത്യം പറഞ്ഞാൽ ആദ്യം കേൾക്കുമ്പോൾ വളരെ നിരാശപ്പെടുത്തിയ ഒരു പ്രോജക്റ്റ് ആണല്ലോ ദൈവത്തിൻ്റെത് എന്ന് തോന്നിപ്പോകും. വളരെ നിരാശപ്പെടുന്ന ഒരു പ്രോജക്റ്റ്. ഇതാണോ പാപങ്ങളിൽ നിന്ന് മോചനമാണോ രക്ഷ കൊണ്ടുവരുന്നത്? അതെ, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചും ഈ വാർത്ത അറിയിക്കപ്പെടുന്ന ആ സന്ദർഭത്തില് ഗബ്രിയേൽ മാലാഖ ജോസഫിന് ആ വാർത്ത കൊടുക്കുന്ന സമയത്ത് അന്ന് ജോസഫ് അടക്കമുള്ള യഹൂദർ റോമക്കാരുടെ അടിമകളാണ്. അപ്പൊ രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ല, സാമ്പത്തിക സ്വാതന്ത്ര്യം കുറവ്, സാമൂഹിക സ്വാതന്ത്ര്യം കുറവ്, പിന്നെ എല്ലാ തരത്തിലും സാംസ്കാരിക സ്വാതന്ത്ര്യം കുറവ്. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ആവിഷ്കാര സ്വാതന്ത്ര്യം, അതൊക്കെ വളരെ കുറവ്. കാരണം ഒരു വിദേശ അടിമത്തത്തിൽ കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ പല മുസ്ലിം രാജ്യങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല. ദൈവം നിന്നായെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പ്രവാചകൻ നിന്നാന്ന് പറഞ്ഞ് പെട്ടെന്ന് കൊന്നുകളയും. 1000-ലേറെ പേരെയാണ് ഇറാനിൽ കഴിഞ്ഞ കൊല്ലം കൊന്നുകളഞ്ഞത്. ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ ശിക്ഷ കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ അടിമകളായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ല, സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല, സാംസ്കാരിക സ്വാതന്ത്ര്യമില്ല, സാമൂഹിക സ്വാതന്ത്ര്യമില്ല, മതപരമായ സ്വാതന്ത്ര്യം കുറവ്. ഇങ്ങനെയെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്ന വിമോചനം എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് വിമോചനമാണ്. എല്ലാ തലങ്ങളിലുമുള്ള ഒരു വിമോചനം, രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും. ഇതൊന്നും പറഞ്ഞിട്ടില്ല. ആകെ കൂടി പറഞ്ഞിരിക്കുന്നത് പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നാണ്. അപ്പൊ ഒരു തീർത്തും നിരാശപ്പെടുത്തിയ പ്രോജക്റ്റ് ആണോ എന്ന് സംശയിച്ചു പോകാം. അതേസമയം ഈ വചനത്തില് യേശു കൊണ്ടുവരുന്ന രക്ഷയുടെ പ്രകൃതം എന്താണെന്ന് ആദ്യ സൂചന നൽകുകയാണ്. അവൻ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. എന്താണ് യേശുവിന്റെ ആഗമനത്തിന്റെ, ഒന്നാമത്തെ ആഗമനത്തിന്റെ ലക്ഷ്യം? ഹെബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ആദ്യം അവൻ വന്നു പാപത്തെ കൈകാര്യം ചെയ്യാൻ. ഇനി അവൻ വീണ്ടും വരും തന്നെ കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി. അപ്പൊ രക്ഷയുടെ ഒരു പ്രോസസ് ഉണ്ട്, ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിൽ ആദ്യത്തെ ഒരു ഘടകമാണ് പാപങ്ങളിൽ നിന്ന് മോചിക്കുക. യേശുവിന്റെ ഒന്നാമത്തെ ആഗമനം, മനുഷ്യാവതാരം, ദൈവത്തിന്റെ മനുഷ്യാവതാരം പാപങ്ങളെ കൈകാര്യം ചെയ്യാനാണ്. ഈ പാപങ്ങളെ കൈകാര്യം ചെയ്തത് അവൻ കുരിശിൽ ബലിയർപ്പിച്ചുകൊണ്ടാണ്. തന്നെ ബലിയർപ്പിച്ച് നമുക്ക് നമ്മുടെ ശിക്ഷയായ പാപത്തിന്റെ മരണശിക്ഷയാണ്. ആ മരണശിക്ഷ നമ്മൾ മാറ്റി നിർത്തി. ഇതാണ് കുരിശിൽ നടന്നത്. അത് ഇന്ന് നടക്കുന്ന വേദിയാണ് കുമ്പസാരക്കൂട്. പാപത്തെ കൈകാര്യം ചെയ്യാണ്. അതായത് ഞാൻ ഉയർത്തപ്പെടുമ്പോൾ, കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും. എങ്ങനെ ആകർഷിക്കുന്നത്? അവൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. സകല മനുഷ്യരും എനിക്ക് ആകർഷിക്കും. യോഹന്നാൻ 12:32-33 വചനങ്ങള്. അപ്പോൾ കർത്താവ് കുരിശിൽ ഉയർത്തപ്പെട്ടു. അപ്പോൾ നമ്മുടെ പാപങ്ങൾ മുഴുവൻ അവൻ തന്നിലേക്ക് തന്നെ അങ്ങ് എടുത്തു, അസ്യൂം ചെയ്തു. നമ്മുടെ പാപം അവന്റെ മേൽ വീണു. അപ്പോൾ നമ്മുടെ പാപം നിർമാർജനം ചെയ്യപ്പെടുകയും നാം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് കുരിശിൽ സംഭവിച്ചത്. കുരിശിൽ സംഭവിച്ചത് ഇന്ന് സംഭവിക്കണ്ടേ? എങ്കിലും രക്ഷയാകുള്ളൂ. അക്കാലത്തെ ആളുകളുടെ മാത്രം രക്ഷയല്ലല്ലോ ഉദ്ദേശിക്കുന്നത്, തന്റെ ജനത്തെ പാപങ്ങൾ രക്ഷിക്കും. അപ്പൊ കുരിശിൽ സംഭവിച്ച കാര്യം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കുമ്പസാരക്കൂട്ടിലാണ്.
ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലിരിക്കുന്ന വൈദികൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവൻ മോചിക്കപ്പെടുമെന്നാണ് അപ്പോസ്തലന്മാരുടെ കർത്താവ് പറഞ്ഞത്. അങ്ങനെ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരവുമായിട്ടിരിക്കുന്ന ആ വൈദികൻ യേശുവിന്റെ പ്രതിനിധിയാണ്. യേശു നാളിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ പാപങ്ങൾ പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ യേശുവിന്റെ മേലെ ഇടുകയാണ്. അവൻ കത്തുന്ന മുൾപ്പടർപ്പാണ്, കൃപാസനമാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ അവന്റെ മേൽ വീഴുമ്പോൾ അവൻ അശുദ്ധനാകുകയല്ല ചെയ്യുന്നത്, ആ പാപങ്ങൾ കത്തിപ്പോവുകയാണ്, ആ പാപങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടുകയാണ്. പഴയ നിയമത്തിലെ പ്രായശ്ചിത്തം വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കഫർ എന്ന വാക്കാണ്. കഫർ പരിഹാരം എന്നൊക്കെ തർജ്ജമ ചെയ്യാറുണ്ട്. പ്രായശ്ചിത്തമാണ് കുറച്ചൊരു നല്ല വാക്ക്. കഫർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ശീലയിടുക എന്നാണ്, മറച്ചുപോയി അങ്ങനെ പാപം മറച്ചു പിടിക്കുക. ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് ദൈവം ഇങ്ങനെ പാപം മറച്ചു പിടിക്കുക. അതാണ് പഴയ നിയമത്തില്. ഈ പുതിയ നിയമത്തിലെ കഥാരിക്സോ എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നത്. കഥാരിക്സോ അതെന്ന് വെച്ചാൽ ക്ലെൻസ് എന്നാണ്, പേർജ്, ശുദ്ധീകരിക്കുക. ഇങ്ങനെ ശീലയിട്ട് മറക്കുകയല്ല. പഴയ നിയമത്തില് മൃഗബലികൾ കൊണ്ട് പാപങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ശീലയിട്ട് മറച്ചു എന്നൊരു സങ്കല്പമാണ്. ദൈവത്തെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ചിന്ത ഗംഭീരമായിരുന്നു, പക്ഷേ അത് സമർപ്പിക്കപ്പെട്ടത് മൃഗബലികളായതുകൊണ്ട് അത് അപര്യാപ്തമായിരുന്നു. അപ്പോഴും അവരുപയോഗിച്ച വാക്ക് കഫർ എന്നാണ്. കഫർ എന്ന് പറഞ്ഞാൽ ശീലയിട്ട് മൂടുക, മറച്ചു പിടിക്കുക, ദൈവത്തിന്റെ കണ്ണിൽ പെടാതെ മറച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം, ദൈവത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം. അതിനെയാണ് ഈ മൃഗബലികൾ പഴയ നിയമത്തിൽ ഉപയോഗിച്ചത്. പുതിയ നിയമത്തിൽ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനായ ക്രിസ്തു തന്റെ ജീവൻ തന്നെ കൊടുത്തിട്ട് നമ്മുടെ മരണശിക്ഷയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തി. ഇതാണ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതാണ്. അങ്ങനെ ചെയ്തപ്പോൾ വെറുതെ നമ്മുടെ പാപങ്ങളെ മറച്ചു പിടിക്കുകയല്ല ചെയ്തത്, ശുദ്ധീകരിക്കുകയാണ്. കാരണം എന്താ? നമ്മുടെ പാപങ്ങൾ അവൻ തന്നിലേക്ക് തന്നെ അങ്ങ് എടുക്കുകയാണ്. ഇത് സംഭവിക്കുന്നതാണ് ഈ കുമ്പസാരക്കൂട്ടില്. പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ഇന്ന് കുമ്പസാരക്കൂട്ടിലാണ് മെയിനായിട്ട്. മറ്റു കൂതാശകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ്, അവൻ വന്നു പാപത്തെ കൈകാര്യം ചെയ്യാൻ. ഇനി അവൻ വീണ്ടും വരും തന്നെ കാത്തിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി. ഇതാണ് ഹെബ്രായ ലേഖനം 9:28 പറയണേ. അപ്പൊ രക്ഷ എന്ന് പറയുന്നതിന്റെ ആ പ്രക്രിയയിൽ ചില ഘടകങ്ങളുണ്ട്. ഒരു ഘടകമാണ് പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുക. മറ്റൊന്നാണ് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിത്യജീവനിലേക്ക് നമ്മൾ എടുത്തു വെക്കുക. ഇതിങ്ങനെ പ്രക്രിയയാണ്. ദൈവത്തിന് മാത്രമേ പാപങ്ങൾ മോചിക്കാൻ അധികാരമുള്ളൂ. അതുകൊണ്ടാണ് യേശു പാപം മോചിച്ചപ്പോൾ അവര് ദൈവനിന്ദയാന്നൊക്കെ പറഞ്ഞത്, ദൈവദൂഷണമെന്നൊക്കെ പറഞ്ഞത്. യേശു ദൈവം എന്ന കാര്യം അവർക്ക് ആ നേരത്തെ അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞാലും അംഗീകരിക്കാൻ പ്രയാസം. അവരുടെ ദൈവചിന്തയിൽ ഇല്ലേ ഏക ദൈവമാണ്, അവിടെ 3 ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം ദൈവം എന്നാണ്. ദൈവം വെളിപ്പെടുത്തുന്ന പോലെ ദൈവം വേണമെന്നല്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം ദൈവം. ഇപ്പോഴും അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ദൈവം പ്രവർത്തിക്കണം. ദൈവം വെളിപ്പെടുത്തുന്നത് പോലെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ദൈവം മനുഷ്യനുമായുള്ള ഒരു അവസ്ഥ നമുക്ക് എന്താണ്? ഞാൻ പറയുന്ന പോലെ ദൈവം ചെയ്യണം, ഞാൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം ദൈവം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. ദൈവം നമ്മൾ അനുസരിക്കേണ്ട ഒരു അടിമയായിട്ടോ ദാസനായിട്ടോ ഭൃത്യനായിട്ടോ മാറുകയാണ്. അതുകൊണ്ട് അവൻ നമ്മൾ അനുസരിക്കാത്തത്. അങ്ങനെ ദൈവത്തിന് കഴിയില്ല. എന്നാൽ സ്നേഹത്തോടെ ആവുമ്പോൾ അവൻ എത്ര താഴാനും തയ്യാറാണ് താനും. അപ്പൊ കൽപ്പിച്ചാൽ ശരിയാകില്ല. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്താകും, 1-ാം പ്രമാണത്തിന് എതിരാകും. അപ്പൊ അവൻ ചെയ്യില്ല. മറിച്ച് സ്നേഹത്തിന്റെ ഭാഷയാണെങ്കിലോ അവൻ അങ്ങേയറ്റം താഴും. കാരണം അവൻ ദൈവമായിട്ട് തന്നെ നിൽക്കുകയാണ്. താഴെ പോകുമ്പോഴും ഈ താഴ്മയിലും ദൈവമായി നിൽക്കുന്നു അവൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് മാത്രമേ പാപങ്ങൾ മോചിക്കാൻ അധികാരമുള്ളൂ. യേശു പാപങ്ങൾ മോചിച്ചു, അതുകൊണ്ട് ദൈവമാണ്. അതാണ് പോയിന്റ്. ഈ പാപങ്ങൾ മോചിക്കുന്ന യേശു എന്ന ശിശു ദൈവമാണ് എന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ് ജോസഫിനോട്. മാത്രമല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട സംഗതി കൂടിയുണ്ട്. വിശേഷ ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യൻ. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് 3 കാര്യങ്ങളാണ്: വിശേഷ ബുദ്ധി, സ്നേഹം, സ്വാതന്ത്ര്യം. ഇങ്ങനെ വിശേഷ ബുദ്ധിയുള്ള ജീവിയായ മനുഷ്യന്റെ അടിസ്ഥാന ബന്ധം ദൈവത്തോടാണ്. മറ്റൊരു മൃഗത്തിനും ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ദൈവവുമായുള്ള ബന്ധമാണ്. അത് മൃഗങ്ങൾക്കില്ല. മൃഗങ്ങൾ ആരെങ്കിലും പള്ളി പോകാറുണ്ടോ? അമ്പലത്തിലോ മോസ്കിലോ പോകാറുണ്ടോ? ഇല്ല. അപ്പോൾ ദൈവമായിട്ട് ബന്ധം അത് മനുഷ്യനെന്നാൽ ജീവിക്കുകയും മനുഷ്യനെന്ന മൃഗത്തിന് മാത്രമുള്ളതാണ്. അത് ശിഥിലമായാൽ, അതായത് ദൈവത്തോടുള്ള ബന്ധം ശിഥിലമായാൽ പിന്നെ ഒന്നും ക്രമത്തിലായിരിക്കില്ല. തന്റെ രോഗത്തിന്റെയും ദണ്ണത്തിന്റെയും മൂല കാരണം ഇരിക്കുന്നത് മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് യേശു. എല്ലാത്തിനുപരി യേശു ചെയ്യുന്ന പോയിന്റ് അതാണ്. മനുഷ്യന്റെ രോഗത്തിന്റെയും ദണ്ണത്തിന്റെയും മൂല കാരണം ഇരിക്കുന്നത് പാപത്തിലാണ്. എല്ലാ രോഗവും പാപത്തിന്റെ ഫലമൊന്നും ആയെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷേ
എല്ലാ പാപവും രോഗം വരുത്തിവെക്കും. അതിനാൽ അവിടെ മൂല കാരണമായ ധാർമ്മികതയുടെ താളം തെറ്റലിൽ സൗഖ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മനുഷ്യൻ രോഗിയാണ്. അവിടെ, അതായത് ദൈവമായുള്ള ബന്ധത്തില് അതിന്റെ മൂല കാരണമായ ധാർമ്മികത, ദൈവമായുള്ള ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വാസത്തോടൊപ്പം ധാർമ്മികത. വിശ്വാസം അനുദിന ജീവിതത്തിൽ വരുന്നതാണ് ധാർമ്മികതയിലൂടെ. പ്രവൃത്തി എന്നൊക്കെ പറയും, വിശ്വാസത്തിൽ ചേർന്ന പ്രവൃത്തി. അപ്പൊ ധാർമ്മികത എന്ന അടിസ്ഥാനപരമായ ആ സംഗതിയിൽ, ആ അടിത്തറയിൽ വഴുവഴുപ്പുണ്ടായാൽ, താളം തെറ്റിയാൽ, അവിടെ സൗഖ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മനുഷ്യൻ രോഗിയാണ്. കാര്യങ്ങൾ എത്ര സുന്ദരമാണെന്ന് പുറമേക്ക് തോന്നിച്ചാലും മനുഷ്യൻ യഥാർത്ഥത്തിൽ സൗഖ്യമാക്കപ്പെട്ടിട്ടില്ല, ധാർമ്മികത താളം തെറ്റിയാൽ. ഇതാണ് വാസ്തവത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം. അവൻ അവരെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഇതിനെ കുറച്ചുകൂടി ബലപ്പെടുത്തുന്ന ഒരു കാര്യം ഈ മർക്കോസിനെ സുവിശേഷം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിലുണ്ട്. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോഹന്നാൻ നൽകിയ സ്നാനം സ്വീകരിച്ചു എന്നാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞു. യോഹന്നാൻ നൽകിയ സ്നാനം പാപനിവേദനവും ഉൾക്കൊള്ളുന്നു എന്നാണ് അതിനർത്ഥം. അക്കാലത്തെ യഹൂദ മതത്തിന് 2 തരത്തിലുള്ള കുമ്പസാരവും പരിചിതമായിരുന്നു. പാപങ്ങളുടെ പൊതുവായ പരസ്യമായ ഏറ്റുപറച്ചിൽ, അതാണ് ഒന്ന്. വ്യക്തികൾ തങ്ങൾ ഓരോ പാപം ഏറ്റുപറയുന്ന വ്യക്തിഗതമായ പാപനിവേദനം അക്കാലത്തുണ്ടായിരുന്നു. യഹൂദർക്ക് ഇത് 2 രീതി ഉണ്ടായിരുന്നു. അന്ന് വരെ അനുവർത്തിച്ച പാപത്തിന്റെ വഴികളെ വിട്ടുപേക്ഷിച്ച് നവമായ ജീവിതത്തിലേക്കുള്ള പാതയിൽ കാലെടുത്ത് വെക്കുക, മാനസാന്തരത്തിന്റെ ജീവിതത്തിലേക്ക് തിരിയുക. ഇതാണ് കുമ്പസാരത്തിന്റെ ലക്ഷ്യം. വ്യക്തിപരമായ കുമ്പസാരമാണെങ്കിലും പരസ്യ കുമ്പസാരമാണെങ്കിലും. ചാബല്യ ചപലതകളും പിഴവുകളും പാപങ്ങളും തൂത്തുമാറ്റി ഇഹത്തിന്റെ നിലതാളങ്ങൾക്കും കെട്ടുകൾക്കും അതീതരാകാൻ, സന്തോഷ സുഖാദികൾ ത്യജിക്കാൻ, നിരാകരിക്കാൻ, അങ്ങനെ വേറിട്ട ജീവിത ചൈതന്യത്താൽ ദീപ്തമായ വ്യത്യസ്തമായ ലക്ഷ്യം വെച്ചുള്ള ഒരു ഏറ്റുപറച്ചില്, ഒരു ആത്മബോധം, ഇതൊക്കെയാണ് യോർദാനിലെ പാപമോചനത്തിന്റെ ശാന്തിതീരം എന്ന് പറയുന്നത്. മാമോദീസയുടെ യഥാർത്ഥ അനുഷ്ഠാനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വശത്ത് വെള്ളത്തിലേക്കുള്ള മുങ്ങല്, അത് മരണത്തിന്റെ പ്രതീക സൂചകമാണ്. എല്ലാം സമൂലം തകർത്തെറിയുന്ന മരണ പ്രതീകത്തെയാണ് ഈ സമുദ്രം. അതിന് ചെറിയ രൂപമാണ് ഈ ജോർദാൻ നദി. നമ്മുടെ പ്രളയം ഓർത്താൽ മതി. അതായത് ജീവന്റെ സകല കണികകൾക്കും ഭീഷണി. അപ്പൊ മരണത്തിന്റെ പ്രതീകമാണ് പ്രളയം, സമുദ്രം. അതിന്റെ ചെറിയൊരു പ്രതീകമാണ് യോർദാൻ. അതേസമയം വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പം ജീവൻ നിലനിർത്താൻ വെള്ളം വേണതാനും. വെള്ളം ജീവന്റെ ശക്തവും വ്യക്തവുമായ പ്രതീകമാണ്. വലിയ നദികളായ നൈല്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് ഇല്ലേ, ഇപ്പം ഇറാഖ്, ഇറാൻ അതിന് ചുറ്റി ഒഴുകുന്നത്, നൈല് ഈജിപ്തിലേത്, നമ്മുടെ ഇൻഡസ് നദി എന്ന് പറഞ്ഞ ഇല്ലേ, ഗംഗ, യമുന, കാവേരി, നമ്മുടെ നാട്ടിലെ നദികള്. അപ്പൊ ഇതൊക്കെ ജീവന്റെ പ്രതീകങ്ങൾ കൂടിയാണ്. അപ്പോൾ ജീവൻ ഇല്ലേ, മരിക്കുന്നു, ജീവിക്കുന്നു, ഒരേ സമയത്ത് രണ്ടും കൂടി സംഭവിക്കുകയാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, വെള്ളത്തിൽ കയറുന്നു. ഈ പാപച്ചാച്ചിലും പാപത്തിന്റേതായ സകലതും അതിനെ ഇല്ലേ മരിപ്പിച്ചിട്ട്, അതിനെ കൊന്നുകളഞ്ഞിട്ട് പുതുജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇതാണ് ആ കുംഭസാരത്തിന്റെ പോലും അർത്ഥം, അല്ല മാമോദിസയുടെ പോലും അർത്ഥം, അതായത് ജലം കൊണ്ട സ്നാനത്തിന്റെ അർത്ഥം പോലും ഈ മരണവും ഉയർപ്പുമാണ്. അതിനാൽ സ്നാപകൻ 2 കാര്യങ്ങൾ ചെയ്തെന്ന് പറയാം. ഒന്ന് മിശിഹായ്ക്ക് വഴിയൊരുക്കി, മറ്റൊന്ന് ഈ ജനങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അങ്ങനെ മാനസാന്തരപ്പെട്ട് ജനത്തെ യേശുവിന് വേണ്ടി സജ്ജമാക്കി. യേശുവിന് വഴിയൊരുക്കിയോടൊപ്പം യേശുവിന് ഇല്ലേ അവന്റെ മുൻപേ പോയി അവന് വഴിയൊരുക്കി എന്ന് പറഞ്ഞാൽ മിശിഹായ്ക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട്, മറ്റൊന്ന് ഈ ജനത്തെ മാനസാന്തരപ്പെടുത്തി കുമ്പസാരിപ്പിച്ച് കർത്താവിനെ സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ്. അപ്പോൾ ഒരുക്ക സ്നാനമാണ് സ്നാപകന്റേത്, ബാപ്റ്റിസം ഓഫ് പ്രിപ്പറേഷൻ. മിശിഹായ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മിശിഹായെ അല്ലേ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ഒരുക്ക സ്നാനം, ജനത്തെ കുമ്പസാരിപ്പിച്ച് ഈ പാപങ്ങളൊക്കെ മാറ്റി മാനസാന്തരപ്പെടുത്തി ജനത്തെ സജ്ജമാക്കിയ ഒരു ഒരുക്കം. ഇങ്ങനെ 2 തരത്തിലുള്ള ഒരുക്കം ആണ് ഈ സ്നാപയോഹന്നാന്റെ സ്നാനം. ആ സ്നാനമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ സ്വീകരിക്കുന്നത് ആത്മസ്നാനമാണ്, പരിശുദ്ധാത്മാവിന്റെ. അതുകൊണ്ട് ഒരു പാപനിവേദനം ഒരു ആചാരമായിരുന്നു യോഹന്നാന്റെ കാര്യത്തിൽ. നമ്മുടെ കാര്യത്തിൽ ഇത് കൂദാശയാണ്, പരിശുദ്ധന്റെ പ്രവൃത്തിയാണ്. അവിടെ പാപങ്ങൾ ഏറ്റുപറയുന്നത് സന്നദ്ധതയാണ്. നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ എടുത്ത് മാറ്റപ്പെടുകയാണ്, യാഥാർത്ഥ്യമാകുകയാണ്. അവിടെ ഒരു സന്നദ്ധതയാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമാകുകയാണ്. ഇത് അപ്പോ ഇങ്ങനെയുള്ള ഒരു ഒരുക്കം, അതായത് മാനസാന്തരപ്പെട്ട ജനത
അതാണ് ക്രിസ്തുവിന് വരാനുള്ള സജ്ജമാക്കപ്പെടുന്ന ഒരുക്കം എന്ന് പറയുന്നത്. മാനസാന്തരപ്പെട്ട ജനത. ഇത്രയും പറഞ്ഞപ്പോൾ എനിക്കൊരു ഇന്നലെ കോടതി പുറപ്പെടുവിച്ച എറണാകുളത്തിൽ കോടതി പുറപ്പെടുവിച്ച കൽപ്പനയാണ് മനസ്സിലേക്ക് വന്നത്. ഭദ്രാസന ദേവാലയത്തിൽ ഇപ്പോൾ കുറച്ചുപേര് കുത്തിയിരുന്ന് കുറെ ദിവസമായി 10-12 ദിവസമായി ഏകീകൃത കുർബാന വേണം, അതായത് സഭ അംഗീകരിച്ച കുർബാന വേണം എന്ന് പറയുന്നു. അക്കൂട്ടരെ ആ ആളുകളൊക്കെ പുറത്താക്കണമെന്നും തനിക്ക് ആ ദേവാലയത്തിൽ ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റായ ജനാഭിമുഖ കുർബാന ചൊല്ലണമെന്നും അതിൽ സാഹചര്യം കോടതി ഒരുക്കി തരണമെന്നും പറഞ്ഞ് വികാരി അച്ഛൻ ഒരു അന്യായം ഫയൽ ചെയ്തു. കോടതി 2 കാര്യങ്ങൾ വ്യക്തമാക്കി. ഒന്ന്, നിലവിൽ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങളില്ല, കോടതി ഇടപെടേണ്ട കാര്യങ്ങളില്ല, അവിടെ ക്രമസമാധാന പ്രശ്നമൊന്നുമില്ല. 2, ജനങ്ങൾ അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോട്ടെ, എന്തിനാണ് അവർ ബലമായി പിടിച്ചിറക്കണത്? അങ്ങനെ ഒരു പ്രശ്നം എന്തിനാ ക്രിയേറ്റ് ചെയ്യണേ? ആ ജനങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ, അവരെ ബലമായി പിടിച്ചിറക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് കോടതി പറഞ്ഞ ഒരു കാര്യം. 2, കുർബാനയൊഴികെ മറ്റ് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അച്ഛന് പള്ളിയിൽ പ്രവേശിക്കാം, അത് പ്രശ്നമൊന്നുമില്ല. കുർബാനയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, അതുകൊണ്ട് അവിടെ കുർബാന ചൊല്ലാൻ കഴിയില്ല. മുമ്പ് അവിടെ നൽകിയ കൽപ്പന നിലനിൽക്കുകയാണ്. അതായത് കുർബാന പ്രശ്നത്തിൽ തീരുമാനമാകാതെ അവിടെ കുർബാന ചൊല്ലാൻ പാടില്ല എന്ന കൽപ്പന നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കുർബാനയുടെ കാര്യത്തിൽ തീരുമാനമാകാതെ അവിടെ അച്ഛന് കുർബാന ചൊല്ലാൻ കഴിയില്ല. ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കുർബാനയുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് വായോ. ഇത്രയാണ് കോടതി പറഞ്ഞത്. ചുരുങ്ങിയ പക്ഷം തൽക്കാലത്തേക്കെങ്കിലും. നോക്കൂ, ജനാഭിമുഖം എന്ന ഇല്ലിസിറ്റ് കുർബാനയിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് പകരം ഇല്ലിസിറ്റ് കുർബാന എന്ന തലതിരിഞ്ഞ കുർബാന ചൊല്ലി പാപം ചെയ്യാൻ കോടതിയുടെയും പോലീസിനെയും സഹായം തേടുകയാണ് വിമത വൈദികര്. ഇല്ലിസിറ്റ് കുർബാന പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഏകീകൃത കുർബാന ചൊല്ലി കർത്താവിനെ വെൽക്കം ചെയ്യേണ്ടതിന് പകരം ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാൻ, ആ പാപത്തിൽ തുടരാൻ കോടതിയുടെയും പോലീസിന്റെയും സഹായം വേണമെന്ന് ഈ കുർബാനയുടെ പരിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ ചോദിക്കുകയാണ്. ഒരു തരത്തിലുള്ള പൊതുജനത്തിനും അവർ തയ്യാറല്ല. യേശു പാപങ്ങൾ നമ്മളെ മോചിപ്പിക്കണമെങ്കിൽ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? പശ്ചാത്താപം, അനുതാപം, മാനസാന്തരം. അതില്ലാതെ യേശുവിന്റെ വാർത്ത നമുക്ക് സദ്വാർത്തയാകില്ല. യേശു നൽകിയ വിശേഷം സുവിശേഷമാകില്ല. ഇനി അതിനേക്കാൾ വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള ദുർവാശയിലൂടെ അവര് സഭയ്ക്ക് വരുത്തിവെക്കുന്ന ഡാമേജിന് എന്തെങ്കിലും കയ്യോ കണക്കുണ്ടോ? എന്തുമാത്രം ഡാമേജാണ് ഈ ദുർവാശയിലൂടെ അവർ വരുത്തി വെക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതറങ്ങുമോ പതിതരേ നിങ്ങൾ തൻ തലമുറക്കാർ എന്നാണ് കവി പാടിയിട്ടുള്ളത്. ഞാനത് മാറ്റിപ്പാടുകയാണ്, പറയാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതറങ്ങുമോ സ്നേഹനിധിയായ നമ്മുടെ ദൈവം? സ്നേഹത്തിന്റെ ഭാഗമാണ് ശിക്ഷിക്കുക എന്നുള്ളത്. മക്കൾക്ക് ശിക്ഷ കൊടുക്കാതെ വളർത്തുന്ന ഏതെങ്കിലും അപ്പനോ അമ്മയുണ്ടോ? അപ്പോൾ കരുണാനിധിയായ ദൈവം, സ്നേഹനിധിയായ ദൈവം ഇത്രമാത്രം ദുർവാശ പിടിച്ച് തന്റെ സഭയ്ക്ക് ഡാമേജ് വരുത്തുന്ന ആളുകളെ ശിക്ഷിക്കാതറങ്ങുമോ, പ്രതികാരം ചെയ്യാതറങ്ങുമോ നിങ്ങൾ തൻ സ്നേഹനിധിയായ ദൈവം? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതറങ്ങുമോ നിങ്ങൾ തൻ സ്നേഹനിധിയായ ദൈവം? അങ്ങനെ പാടാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ ദുർവാശി കാരണം സഭയ്ക്ക് വരുത്തിവെക്കുന്ന ഡാമേജ് വളരെ 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 വലുതാണ്. അതിന് കയ്യും കണക്കുമില്ല. ഈ കുട്ടികൾക്കും യുവാക്കൾക്കും കാരണവന്മാർക്കും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഇടർച്ചയുടെ തോത് വളരെ വലുതാണ്. അവരത് അറിയുന്നുണ്ടെങ്കിലും അത് കണ്ണടയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് വേദനാജനകമാണ്. ഒരുപക്ഷെ നമ്മുടെ സഭയെക്കുറിച്ചുള്ള ഈ നീറ്റലുകൾ, ഹൃദയ നീറ്റലുകളെല്ലാം നമ്മുടെ വ്യക്തിപരമായ ശുദ്ധീകരണത്തിനും സഭയുടെ ശുദ്ധീകരണത്തിനും വേണ്ടി കർത്താവ് ഒരുക്കുന്ന സാഹചര്യമായിരിക്കും എന്നുള്ളൊരു ചിന്ത മാത്രമാണ് പ്രത്യാശയ്ക്ക് വകയുള്ളത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാധ്യമ വിചാരണയും നീതിമാനായ യോസഫും. മംഗളവാർത്തക്കാലം 4-ാം ഞായർ. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ.
എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ അമ്മയായ മറിയവും യോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ മനസ്സില്ലാത്തതിനാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവനിങ്ങനെ ഗാഠമായി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ മാലാഖ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യോസഫ്, നിന്റെ ഭാര്യയായി മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവളിൽ ജനിപ്പിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതെല്ലാം സംഭവിച്ചു. പ്രവാചകൻ പറയുന്നു, ഇതാ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ നർത്തമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. യോസഫ് നിദ്രയിൽ നിന്നുണർന്നു. കർത്താവിന്റെ മാല കൽപ്പിച്ചതുപോലെ ചെയ്തു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ കാലയളവ് ജീവിച്ചിരുന്ന ഒരു ഡൊമിനിക്കൻ വൈദികനാണ് ലക്കോർഡയർ. പാരീസിലെ നോട്ടർഡാം കത്തീഡ്രലില് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട് അനേകായിരങ്ങൾ വരുമായിരുന്നു പ്രസംഗം കേൾക്കാനായിട്ട്. അദ്ദേഹം അത്രയും വലിയ വാഗ്മിയായ സുവിശേഷ പ്രഘോഷകനായ അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു വിജയത്തിന്റെ ഒരു കാരണം പറഞ്ഞത് ഒരു കയ്യിൽ ബൈബിളും മറുകൈയിൽ ദിനപത്രവുമായിട്ട് പ്രസംഗിച്ചു എന്നാണ്, അല്ലെങ്കിൽ പ്രസംഗിക്കണമെന്നാണ്. ഞങ്ങൾ പ്രസംഗകാലൊക്കെ പഠിപ്പിക്കുമ്പോൾ സെമിനാരിയിൽ ഇത് പറയാറുണ്ട്. ഒരു കയ്യിൽ ബൈബിളും മറുകൈയിൽ ദിനപത്രവും. 19-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ദിനപത്രം എന്ന് പറഞ്ഞേ. ഇന്നാണെങ്കിൽ ദിനപത്രം മാത്രം പോരാ, സോഷ്യൽ മീഡിയ, അതുപോലെ ഇലക്ട്രോണിക് മീഡിയ, അങ്ങനെയെല്ലാം വേണം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബൈബിള് ചരിത്രത്തിലെ ഒരു സംഗതി മാത്രമല്ല, അന്ന് സംഭവിച്ചതിന് ഇന്ന് എന്ത് പ്രസക്തിയുണ്ട് എന്ന് വ്യാഖ്യാനിക്കണമെങ്കിൽ ഈ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയണം. ഈ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അത് അച്ചടി മാധ്യമങ്ങളുണ്ട്, ഇലക്ട്രോണിക് മാധ്യമമുണ്ട്, ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ട്. ഇതിലൂടെയൊക്കെ ഈ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാം. അപ്പോൾ ബൈബിളിലെ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ ഇന്നത്തെ കാലത്തെ കൂടി വ്യാഖ്യാനിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് പ്രസംഗകലയിൽ സെമിനാറിലൊക്കെ പഠിപ്പിക്കുന്നത്. ഞാനപ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് കൂട്ടി ഇണക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ദിലീപ്, സിനിമാ നടനായ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി, അത് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങള്, നടിക്ക് അനുകൂലം, നടനെതിരെ, അങ്ങനെ കേരളം രണ്ടായിട്ട് വിഭജിക്കത്തക്ക വിധത്തില്, തുല്യ റേഷ്യോയിലൊന്നും അല്ല എങ്കിലും അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണിത്. അപ്പോ നീതി എന്താണ്, ന്യായം എന്താണ്, കോടതി വിധി എന്താണ്, ആർക്കാണ് നീതി കിട്ടിയത്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഇന്നത്തെ സുവിശേഷത്തില് നീതിമാനായ യോസഫ് എന്ന വാക്കുള്ളതുകൊണ്ടും അപ്പൊ നീതിയെക്കുറിച്ചുള്ള ചർച്ച അത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യം ബൈബിളിലെ ഈ ജോസഫിന്റെ നീതിയെക്കുറിച്ച് ആദ്യം ചിന്തിക്കാം. എന്നിട്ട് ഈ ഇന്നത്തെ കാലയളവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ സഭയുമായിട്ട്, സീറോ മലബാർ സഭയുമായിട്ട് അതിനുള്ള ഒരു ചെറിയ ബന്ധവും പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ നമ്മൾ ബിട്രോത്തൽ എന്ന് ഇംഗ്ലീഷിൽ പറയും, എൻഗേജ്മെന്റ് എന്നൊക്കെ പറയും. പക്ഷെ അതിനേക്കാളൊക്കെ നമ്മുടെ ബിട്രോത്തൽ, എൻഗേജ്മെന്റിനേക്കാളൊക്കെ വളരെ ഗൗരവമായ ഒരു സംഗതിയായിരുന്നു ഈ യഹൂദരുടെ വിവാഹ നിശ്ചയം. മറിയം ഒരു യഹൂദ സ്ത്രീയാണ്, ഒരു യഹൂദ പുരുഷനായ ജോസഫുമായിട്ടാണ് വിവാഹ നിശ്ചയം. അപ്പോൾ അതിനെ അക്കാലത്ത് പറഞ്ഞിരുന്നത് ഉടമ്പടി കൈമാറ്റം എന്നാണ്. ഉടമ്പടി കൈമാറ്റം മലാക്കി 2:14 ആ വാക്ക് വരുന്നുണ്ട്. എറൂസിൻ എന്നാണ് ഹീബ്രുവില്. എറൂസിൻ വിവാഹ രണ്ട് സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നടത്തുന്ന ഒരു സമ്മത കൈമാറ്റമാണ്, ഉടമ്പടി കൈമാറ്റമാണിത്. കിദ്ദുഷിൻ എന്നും അതിനെ വിളിക്കാറുണ്ട്. സമർപ്പണം എന്നാണ് അതിന്റെ ആ വാക്കിനർത്ഥം. കിദ്ദുഷിൻ കല്യാണം കഴിക്കാമെന്ന ഉടമ്പടിയാണിത്. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് വരൻ വധുവിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതോടെ വിവാഹത്തിന്റെ അവസാന ഘട്ടത്തിന് തിരശ്ശീല വീഴുന്നു. അതിനെ നിസ്സൂയിൻ എന്നാ പറയാ. അവസാനത്തെ ഈ വളരെ ആഘോഷമായ ഒരു പ്രദക്ഷിണത്തിലാണ് ഈ വരൻ വധുവിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുക. അതാണ് ആ 10 കന്യകമാരുടെ ഉപമ കർത്താവ് യേശുമിശിഹ പറയുന്നുണ്ടല്ലോ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില്. അതാ
അവസാനത്തെ രംഗമാണ്. വിവാഹത്തിന്റെ അവസാനത്തെ ആ ആഘോഷമായ പ്രദക്ഷിണവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് 10 കന്യകമാരുടെ ഉപമണിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചെറുക്കൻ പെണ്ണിനെ കല്യാണം കഴിക്കാമെന്നും പെണ്ണ് ചെറുക്കനെ കല്യാണം കഴിക്കാമെന്നും ഉടമ്പടി ചെയ്യുന്നു, വിവാഹ നിശ്ചയം. എങ്കിലും പെൺകുട്ടി അപ്പന്റെ വീട്ടിൽ തന്നെ താമസിക്കുക. ഈ വിവാഹം എന്ന ആഘോഷമായ പ്രദക്ഷിണത്തോടെ കൊണ്ടുപോകുന്ന ആ കാലം വരെ, ഒരു കൊല്ലം കഴിയുന്നത് വരെ പെൺകുട്ടി അപ്പന്റെ വീട്ടിൽ തന്നെയാണ്, സ്വന്തം അപ്പന്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുക. പക്ഷേ നിയമപരമായിട്ട് വധു വരന്റെ സ്വന്തമാണ്. വരനും വധുവും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അറിയാം. കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം, പക്ഷെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് അറിയപ്പെടുക. ഈ ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ ജോസഫ് നിദ്രയിൽ നിന്നുണർന്നു, കർത്താവിന്റെ മാലാഖ കൽപ്പിച്ചതുപോലെ ചെയ്തു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു, വധുവിനെ സ്വീകരിച്ചെന്നല്ല, ഭാര്യയെ സ്വീകരിച്ചു. അതിനു മുമ്പ് തന്നെ ജോസഫ് നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ടെന്നാണ് മാലാഖ ജോസഫിനോട് പറയുന്നത്. നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ. കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഭാര്യ എന്ന് വിളിക്കുക? അക്കാലത്ത് അങ്ങനെയാണ്. ഈ ഉടമ്പടി കൈമാറ്റം കഴിഞ്ഞാൽ, മനസമ്മതം കഴിഞ്ഞാൽ വധു എന്നല്ല ഭാര്യ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വരനായിട്ടല്ല ഭർത്താവായിട്ടാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല, ഈ ഒരു കൊല്ലത്തിനുള്ളിലാണ് കല്യാണം എന്ന് പറഞ്ഞല്ലോ, അതിനിടയിൽ ഈ വരൻ അങ്ങനെ മരിച്ചു പോയാൽ ഈ പെൺകുട്ടി അറിയപ്പെടുന്നത് വിധവ എന്നാണ്. വിധവ മാത്രമല്ല, ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ടില്ല, ആ ഒരു കൊല്ലം കാലയളവില് ഈ പെൺകുട്ടി ഗർഭിണിയായാൽ, അതായത് ഭർത്താവിന്റെ അറിവില്ലാതെ ഗർഭിണിയായാൽ, അതിനെ ഫോർണിക്കേഷൻ എന്നല്ല, അതായത് പരസംഗം എന്നല്ല പറയുക, വ്യഭിചാരം എന്നാണ്. അതായത് പരസംഗം എന്ന് പറഞ്ഞാൽ 2 അവിവാഹിതർ തമ്മിലുള്ള ബന്ധത്തെയാണ് പരസംഗം എന്ന് പറയണേ. അതിൽ ഒരാളെങ്കിലും കല്യാണം കഴിച്ചതായാൽ അത് വ്യഭിചാരമായി. അപ്പൊ ഗൗരവം കൂടി. കാരണം കല്യാണം കഴിക്കാനുള്ള സാധ്യതയില്ല. ഒരാളുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് വേറെ ആളായിട്ട്. അപ്പൊ കല്യാണം കഴിക്കാൻ സാധ്യതയില്ല. വ്യഭിചാരത്തിന് വളരെ ഗൗരവമായ ശിക്ഷയാണ് അക്കാലത്ത്. അതായത് ഈ യുവതികളെല്ലാം കന്യകമാരായിരിക്കുമെന്നുള്ള സങ്കല്പമുള്ളൊരു സമുദായമാണ്. യുവതികളൊക്കെ കന്യകമാരാണ്, അല്ലാത്ത ഒരു ആരും തന്നെ ഉണ്ടാകില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പൊ കാണുന്ന ആധുനിക കാലങ്ങളിൽ കാണുന്നത് പോലെ കല്യാണത്തിന് മുമ്പ് ബന്ധപ്പെടുക, അതൊന്നും ചിന്തിക്കാനേ കഴിയില്ല. അപ്പോൾ ഈ ആ ലംഘനം, വിവാഹത്തിന്റെ വാഗ്ദാനത്തിന്റെ ലംഘനം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമാണ്. വധശിക്ഷയാണ് വിധിച്ചിരുന്നത്. പക്ഷേ അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് അവൾ ഗർഭിണിയായെന്ന് കണ്ടപ്പോൾ ജോസഫ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതായത് യേശു എന്ന ദിവ്യശിശുവിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ജോസഫിന് തുടക്കത്തിൽ അറിയില്ലായിരുന്നു. മറിയം ജോസഫ് തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന കാലയളവിൽ അവരുടെ മനസമ്മത ബന്ധത്തിലെ വിശ്വസ്തത അവൾ ലംഘിച്ചിരിക്കുന്നുവെന്നും മറിയം ലംഘിച്ചിരിക്കുന്നുവെന്നും അതിലെ അന്നത്തെ മതനിയമം അനുശാസിക്കുന്നതനുസരിച്ച് അവൾ ഉപേക്ഷിക്കണമെന്നും ജോസഫ് നിഗമനത്തിലെത്തുകയാണ്. പക്ഷേ ഒരു പ്രശ്നം ജോസഫിന്റെ മനസ്സിലിങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. സ്നേഹത്തിന്റെ പ്രമാണം അനുസരിക്കണ്ടേ? ഈ നിയമം മാത്രം അനുസരിച്ചാൽ മതിയോ? സ്നേഹത്തിന്റെ പ്രമാണം അനുസരിക്കണ്ടേ? അങ്ങനെ ഒരു ചിന്ത ജോസഫിന്റെ മനസ്സിൽ. എന്താണ് നിയമം? ജോസഫിനെ ബാധിക്കുന്ന നിയമം. ജോസഫിന് 2 തീരുമാനിക്കും. 2 നിയമങ്ങളിൽ ഒന്ന് എടുക്കാം. ഒന്നുകിൽ പരസ്യമായി ഉപേക്ഷിക്കുന്ന ഒരു നിയമം. യുവതിയിൽ കന്യകാത്വത്തിന്റെ അടയാളം കണ്ടില്ലെങ്കിൽ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിൽ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയും വേണം. എന്നാൽ പിതൃഭവനത്തിൽ വെച്ച് വേശ്യാവൃത്തി നടത്തി അവൾ ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചിരിക്കുന്നു. ഇതാണ് ഒരു നിയമം. നിയമാവർത്തന പുസ്തകം 20-21 വാക്യങ്ങൾ. അല്ലെങ്കിൽ രഹസ്യമായി ഉപേക്ഷിക്കാൻ അനുവദിക്കുന്ന മറ്റൊരു നിയമമുണ്ട്. നിയമാവർത്തനം 24:1 സംഖ്യാതാള് നിയമിക്കുന്ന മറ്റൊരു സാധ്യത നിർദ്ദേശിച്ചിട്ടുണ്ട്. സംഖ്യ 5-ാമത്തെ അധ്യായം 11 മുതൽ 31 വരെ. പാതിപത്യ ശങ്കയുണ്ടാകുമ്പോൾ സ്ത്രീക്ക് ഒരുതരം വിഷദ്രാവകം കൊടുക്കാൻ നിർദ്ദേശിക്കുന്ന വിധിയാണിത്. ഭർത്താവിന് അധീനയായിരിക്കെ ഭാര്യ വഴിപിഴച്ച് സ്വയം അശുദ്ധയായാൽ അവൻ അവളെ കർത്താവിന് മുമ്പിൽ ഹാജരാക്കുകയും പുരോഹിതൻ ഈ വിഷദ്രാവകം കൊടുക്കുന്ന ആ കർമ്മവിധി അനുഷ്ഠിക്കുകയും വേണമെന്നാണ്. ഇവയെല്ലാം വളരെ പ്രാകൃതമായിട്ട് നമുക്ക് അനുഭവപ്പെടാം. എന്നാൽ കന്യകാത്വത്തെ വളരെ ഉന്നതമായി കണ്ടിരുന്ന ആ സമുദായത്തില് ഇവ പ്രധാനപ്പെട്ട നിയമങ്ങളായിരുന്നു. അത് യഹൂദ മതത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അവിശ്വസ്തയായ ഭാര്യയെ വിവാഹമോചനത്തിലൂടെ വേർപ്പെടുത്താത്ത ഭർത്താവിനെ റോമൻ നിയമം കരുതിയിരുന്നത് ഭാര്യയെ വേശ്യയായി സൂക്ഷിക്കുന്നവനെന്നാണ്. അതായത് അവിശ്വസ്തയായ ഭാര്യയെ വിവാഹമോചനത്തിലൂടെ വേർപ്പെടുത്താത്ത ആ ഭർത്താവിനെ റോമൻ നിയമം കണക്കാക്കുന്നത് ഭാര്യയെ വേശ്യയായി സൂക്ഷിക്കുന്നതെന്നാണ്. അയാൾ സ്നേഹത്തിനോട് കഴുതക്കാലം പിടിക്കുമെന്ന് അന്നത്തെ സംസ്കാര ഭദ്രര് പരിഹസിച്ചിരുന്നു.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു സമുദായത്തിലാണ് ജോസഫ് ജീവിക്കുന്നത്. യഹൂദ മതത്തിന്റെ നിയമം അനുസരിച്ച് വ്യഭിചാരക്കുറ്റം ചെയ്തവളെ കല്ലെറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ സംഗീത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വഴി തേടണം. ഇങ്ങനെ പരസ്യമായി ഉപേക്ഷിക്കണമെങ്കിൽ ജോസഫ് മറിയത്തെ മത കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുക? ഇപ്പൊ നമ്മൾ മാധ്യമ വിചാരണയും പൊതുജനത്തിന്റെ വിചാരണയും ഉണ്ടല്ലോ, അതുപോലെ അന്നുമുണ്ട്. മാധ്യമങ്ങളുടെ വിചാരണ കുറവാണെങ്കിലും പൊതുജനങ്ങളുടെ വിചാരണയുണ്ട്. പൊതുജനത്തിന്റെ ഒരു ന്യായവിധിയുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് ഒരു ആൾ ചെയ്യേണ്ടത്. കർക്കശമായ നിയമങ്ങള് പൊതുജനം ഉണ്ടാക്കും. ഇപ്പൊ പൊതുജനങ്ങളുടെ ചിന്ത മുഴുവൻ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ഒരാൾ കുറ്റക്കാരനായിട്ടോ കുറ്റക്കാരിയായിട്ടോ ചിത്രീകരിച്ചാൽ പിന്നെ അവിടുന്ന് രക്ഷയില്ല. കോടതി കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. നമ്മുടെ മനസ്സിൽ മുഴുവൻ ഈ പൊതുജനം ഈ കോടതി വിധി വായിച്ചിട്ടോ പോലീസിന്റെ റിപ്പോർട്ട് വായിച്ചിട്ടോ ഒന്നുമല്ല. പോലീസ് പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെയാണോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതാണ് ജനം കേൾക്കുന്നത്. മാധ്യമങ്ങൾ പറയുന്നതാണ് ശരിയെന്നാണ് ജനങ്ങൾ വിചാരിക്കണേ. അതിനു മേലെ കോടതി പറഞ്ഞാലും മാധ്യമങ്ങൾ പറയുന്ന മാറാനായിട്ട് പൊതുജനം തയ്യാറല്ല. കാരണം അത്രമാത്രം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് മാധ്യമങ്ങൾ പറയുന്ന സത്യം. ശരിക്കുള്ള സത്യമാകണമെന്നില്ല, ചിലപ്പോൾ ആയിരിക്കണം നിർബന്ധമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു പൊതുജനത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജോസഫിന്റെ മുമ്പിൽ ഒരു വഴി എന്താണ്? മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ വിവാഹമോചനത്തിന് ഇൻഡാസ് കൊടുത്ത് അവളെ പറഞ്ഞയച്ചാൽ മതി. വാറോലയിൽ എഴുതി കൊടുക്കുന്ന കുറിപ്പടിയാണ് ഇൻഡാസ് എന്ന് പറഞ്ഞത്, എ റിട്ട് ഓഫ് ഡൈവോഴ്സ്. ഒരേ സമയം നിയമം പാലിക്കാനും സ്നേഹിക്കുക എന്ന പ്രമാണത്തോട് കൂറ് പുലർത്താനുമായി ജോസഫ് ഈ രഹസ്യമായി ഉപേക്ഷിക്കുന്ന വഴി തെരഞ്ഞെടുക്കുകയാണ്. മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുക. മതത്തിന്റെ മുമ്പിൽ നിയമലംഘകൻ എന്ന ദുഷ്പേര് ഒഴിവാക്കാം. നിയമം പാലിച്ചില്ലെങ്കിൽ നീതിമാനാകില്ല നിയമത്തിന് മുമ്പിൽ. അപ്പോൾ നിയമലംഘകനായാൽ നീതിമാനാകില്ല, നിയമം ലംഘിക്കാൻ പറ്റില്ല. അപ്പോ നീതിമാനല്ലാതാകും. അപ്പോ നിയമം ലംഘിക്കാതെ, അതായത് താൻ നീതിമാനായിരിക്കുന്നത് നിയമം പാലിച്ചുകൊണ്ടാണ്. ആ നിയമം പാലിച്ചുകൊണ്ട് നിയമം ലംഘിക്കാതെ അതേസമയം മറിയത്തിന്റെ അന്തസ്സിന് കോട്ടം തട്ടാതെ എന്താ ചെയ്യുക? രഹസ്യമായി ഉപേക്ഷിക്കുക. നിയമത്തിന് മുമ്പിൽ ഉപേക്ഷിച്ചു, എന്നാൽ അവൾ രഹസ്യമായി ഉപേക്ഷിക്കുന്നതുകൊണ്ട് മറിയത്തിന്റെ അന്തസ്സിന് കോട്ടം തട്ടുന്നില്ല. ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്, ഈ നിയമം ഉള്ളതുകൊണ്ട് ജോസഫ് നീതിമാനാകയാലും എന്ന തർജ്ജമയ്ക്ക് പകരം ജോസഫ് നീതിമാനായിരുന്നെങ്കിലും എന്ന് എഴുതാറുണ്ട്. തർജ്ജമ സാധിക്കും. ജോസഫ് നീതിമാനായിരുന്നെങ്കിലും, അതായത് നീതിമാനായിരിക്കണമെങ്കിൽ നിയമം പാലിക്കണമെങ്കിൽ മറിയത്തെ ഉപേക്ഷിക്കണം. അപ്പൊ നീതിമാനായിരുന്നെങ്കിലും മറിയത്തെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുത്തവൻ നീതിമാനായിരുന്നെങ്കിലും ആ നീതിമാൻ നിയമം ലംഘിക്കാതെ അവളുടെ അന്തസ്സിന് കോട്ടം തട്ടാതെ ഒരു പുതിയ വഴി കണ്ടെത്തുകയാണ്. ഒരു പുതിയ വഴി നീതിമാന്റെ ഒരു വലിയ കഴിവാണ്. ഒരു പുതിയ വഴി, നിയമം ലംഘിക്കാതെ സ്നേഹത്തിന്റെ പ്രമാണം പാലിക്കാനുള്ള നിയമത്തിന്റെ വഴി. പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ട്. എന്താണ്? ദൈവപുത്രന് ഒരു വളർത്തപ്പനില്ലാതാകും ജോസഫ് മറിയത്തെ ഉപേക്ഷിച്ചാല്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. തന്റെ പുത്രന് ഭൂമിയിൽ മനുഷ്യനായിരിക്കുമ്പോൾ ഒരു വളർത്തപ്പൻ വേണം. ഒരു അമ്മ മാത്രം പോരാ, ഒരു അപ്പനും വേണം. ഇത്രയാണ് ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് നിയമം പാലിക്കണം, സ്നേഹത്തിന്റെ പ്രമാണവും പാലിക്കണം. ഇത് ഇല്ലാതെ നീതിയില്ല. അപ്പൊ അക്കാലത്തെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും നമ്മുടെ ഇന്നത്തെ അവസ്ഥയുമായി താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ ന്യൂസ് പേപ്പറുമാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ന്യൂസ് പേപ്പറിന് പകരം മാധ്യമം എന്ന് പറയാം. ജോസഫ് ഇന്നാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെങ്കിൽ എന്തായിരുന്നേ നമ്മുടെ മാധ്യമ വിചാരണ? അതായത് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, നിയമലംഘകൻ എന്ന ദുഷ്പേര് ഒഴിവാക്കി, സ്നേഹത്തിന്റെ പ്രമാണം പാലിച്ചു. ഇങ്ങനൊരു തീരുമാനമാണ് ജോസഫ് ഇന്ന് തീരുമാനിക്കുന്നതെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും മാധ്യമ വിചാരണ എന്ന് നിങ്ങൾ ഒന്ന് ഭാവനയിൽ കാണുക. നിങ്ങളുടെ ഭാവനയിൽ ഒന്ന് കാണുക. അതിൽ രൂപപ്പെടുന്ന പൊതുജനത്തിന്റെ വിധിന്യായം എന്താണെന്നും ഇല്ലേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൻ, മനസ്സിൽ നിന്ന് ചിന്തിച്ചു നോക്കിയാൻ പൊതുജനം എന്ത് വിധിന്യായമായിരിക്കും ഇരിക്കുക. ഇതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ ഈ ധാർമ്മിക ബോധവും നീതിബോധവും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ജോസഫിന്റെ നീതിബോധവും നമ്മുടെ കാലത്തെ നമ്മുടെ നീതിബോധവും. ഞാൻ സൂചിപ്പിച്ചല്ലോ, അതിജീവതയ്ക്കൊപ്പം
അതേസമയം ദിലീപിനൊപ്പം. ഇങ്ങനെ രണ്ട് തട്ടായി തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമുദായം. കേരള സമുദായം തന്നെ രണ്ട് തട്ടിലാക്കിയ ഒരു കേസ്. ഇതിൽ ഉൾപ്പെട്ടവരുടെ ധാർമ്മികതയെക്കുറിച്ചല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ആ കേസിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിയമത്തിന് മുമ്പുള്ള നീതിയും ന്യായവും. ധാർമ്മികതയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആരാണ് കുറ്റം ചെയ്തിട്ടുണ്ടോ, ദൈവത്തിന് മുമ്പിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ, സത്യമേത്, ഇതൊന്നും അല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. നീതിയും ന്യായവും, കോടതിയുടെ മുമ്പിലുള്ള നീതിയും ന്യായവും, പൊതുജനത്തിന് മുമ്പിലുള്ള നീതിയും ന്യായവും. ഒരു കോടതി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് ഗണം ആളുകൾ. അവരുടെ വേറെ ഒരുപാടുണ്ട്, പക്ഷെ 3 ഗണം കണക്കാക്കുക. ഒന്ന് ജഡ്ജി അല്ലെങ്കിൽ ജഡ്ജസ്, ഒരു ജഡ്ജി അല്ലെങ്കിൽ അനേകം ന്യായാധിപന്മാര്, ഒരു ബെഞ്ച് എന്നൊക്കെ പറയും. പിന്നെ വാദി, പ്രതി. ഈ 3 പേരുടെയും നീതി പ്രധാനപ്പെട്ടതാണ്. ഈ ജഡ്ജസ് നീതി ഉള്ളവരാകണമെങ്കിൽ തങ്ങളുടെ മുമ്പിൽ വരുന്ന സകല രേഖകളും തെളിവുകളും സാക്ഷിമൊഴികളും തൊണ്ടി സാധനങ്ങളും എല്ലാം നിഷ്പക്ഷമായി പഠിച്ച് അവര് നീതിയോട്, അവർക്ക് മനസ്സിലാകുന്ന സത്യത്തോട് നീതി പുലർത്തിയാലേ, അവർക്ക് ബോധ്യപ്പെടുന്ന സത്യത്തോട് നീതി പുലർത്തിയാലേ അവര് നീതിമാന്മാരാകും. ഇതാണ് ജഡ്ജസ്. ഈ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടണം. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ വെറുതെ വിടണം. എന്നാലേ പ്രതികൾക്ക് നീതി കിട്ടൂ. കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കണം, കുറ്റക്കാരല്ലെന്ന് കണ്ടാൽ വെറുതെ വിടണം. എങ്കിലേ പ്രതികൾക്ക് അവർക്ക് പോലും നീതിയാകൂ. ശിക്ഷ നീതിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. വാദി, അയാൾ വാദിക്കുന്നത് ഇപ്പം പ്രതികൾ കുറ്റക്കാരാണ് എന്ന് വാദിക്കാനുള്ള തെളിവുകളൊക്കെ കൊണ്ടുവരികയാണ് വാദി. അയാളുടെ വാദങ്ങൾ സ്വീകരിച്ചിട്ട് അതിൽ സത്യമുണ്ടെന്ന് തെളിഞ്ഞാൽ അതിന്റെ വെളിച്ചത്തിൽ ഈ കുറ്റക്കാരായ പ്രതികളെ ശിക്ഷിക്കുമ്പോഴാണ് വാദിക്ക് നീതി കിട്ടുന്നത്. ഇങ്ങനെ എല്ലാവർക്കും നീതി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് കോടതിയിൽ വേണ്ടത്. നമുക്ക് ഇവിടെ നോക്കി എന്താ സംഭവിച്ചത്. ഈ നടിയെ ആക്രമിച്ച ആ കേസിൽ 6 പേര് കുറ്റക്കാരെന്ന് കോടതി കണ്ട് അവരെ ശിക്ഷിച്ചു. അപ്പോൾ വാസ്തവത്തിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടി ഇല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിജീവിതം എന്ന് പറയുന്ന ആ നടിയെ ആക്രമിച്ചു എന്ന്, പീഡിപ്പിച്ചു എന്ന് കോടതി കണ്ടെത്തിയ ആളുകളെയൊക്കെ ശിക്ഷിച്ചു. എന്നാൽ ഇതില് വേറെ 2 പ്രതികളുണ്ട്. ആ പ്രതികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെടിക്കാനുള്ള തെളിവുകളില്ലാത്തതിനാൽ അവരെ വെറുതെ വിട്ടു. അതായത് പ്രധാനമായിട്ടും ഇവിടെ ദിലീപാണ്. ദിലീപിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടയച്ചു. അതിന്റെ വിധി ന്യായം ഒന്നും പറയാനല്ല ഞാനിപ്പം നിൽക്കുന്നത്. സീറോ മലബാർ സഭയിൽ ഒരു പ്രശ്നം അവതരിപ്പിക്കാനാണ്. എന്നാൽ ഈ അതിജീവിതയും ദിലീപുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കേസിലെ ചില വാദഗതികൾ പരിശോധിച്ചാലേ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് ഗൗരവം മനസ്സിലാകൂ. അതുകൊണ്ടാണ് ഈ കേസ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദിനപത്രം അല്ലെങ്കിൽ മാധ്യമം ഉപയോഗിച്ചിട്ട് വേണം വചനത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ അവതരിപ്പിക്കാനെന്നാണ്. നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഈ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടു. കുറ്റവാളികളെന്ന് കോടതിയുടെ മുമ്പിൽ വ്യക്തമായവർ ശിക്ഷിക്കപ്പെട്ടു. 6 പേര് ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്നാണല്ലോ ചിലര് പറയുന്നത്. ആര്? അതിജീവിതയെ പീഡിപ്പിച്ചവർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവർക്ക് നീതി കിട്ടി, അതിജീവിതയ്ക്ക് നീതി കിട്ടി എന്നല്ലേ പറയേണ്ടത്. എന്നാൽ ചിലര് പറയുന്നത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്നാണ്. അതെന്തുകൊണ്ടാ? അല്ല, ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ലല്ലോ. അതിനാൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് ചിലര് പറയുന്നു. ആരാണ് ഈ ചിലര്? അദ്ദേഹം കുറ്റക്കാരനെന്ന് തെളിവുകളില്ലാതെ പ്രചരിപ്പിച്ചവര്. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിവുകൾ ഇല്ലാതെ പ്രചരിപ്പിച്ചവര്. അവർക്കാണ് തോന്നണേ. ദിലീപ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. അതായത് ദിലീപിന് ഈ കേസുമായി ബന്ധിപ്പിക്കാൻ തെളിവുകളില്ലെന്ന് കോടതിയാണ് പറഞ്ഞത്. കോടതി പറഞ്ഞെന്താണ്? അയാൾ പീഡിപ്പിച്ചിട്ടില്ല, അത് ആരും പറഞ്ഞിട്ടില്ല, ആരോപിച്ചിട്ടില്ല. പിന്നെ പീഡിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന സിദ്ധാന്തം അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായെങ്കിൽ തന്നെ അത് ദിലീപാണ് ചെയ്തതെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല, സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല. അതിനാൽ അയാൾ കുറ്റക്കാരനല്ല, അയാൾ ശിക്ഷിക്കാതെ വെറുതെ വിട്ടിരിക്കുന്നു കോടതി. ഇതാണ് കോടതി പറഞ്ഞത്.
കോടതിയുടെ മുമ്പിൽ സർക്കാരും സർക്കാരിന് വേണ്ടി പോലീസും കൊണ്ടുവന്ന സകല സാക്ഷികളും തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ പരിശോധിച്ചിട്ടാണ്, അതും 8 സംവത്സരത്തിലേറെ ഈഴകീറി പരിശോധിച്ചിട്ടാണ് കോടതി ഇങ്ങനൊരു നിഗമനത്തിലെത്തിയത്. കോടതി കണ്ടെത്തിയ സത്യം. ഇതിനേക്കാൾ കൂടുതൽ വിവരം നമ്മുടെ കയ്യിലുണ്ടോ? നമ്മുടെ ആരെങ്കിലും കയ്യിലുണ്ടോ? ഇതിനേക്കാൾ കൂടുതൽ വസ്തുതകൾ നമ്മുടെ കയ്യിലുണ്ടോ? കോടതിയുടെ മുമ്പിൽ വന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കയ്യിലുണ്ടോ? മാധ്യമങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പോൾ കോടതി ദിലീപിനെ നിരപരാധിയായി കണ്ട് വിധിച്ച ആ വിധി പ്രസ്താവിച്ചു. ആ കോടതിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നു ആര്? ചില ആളുകള് ദിലീപ് കുറ്റക്കാരനാണെന്ന് മുമ്പേ തന്നെ വിധി എഴുതി ആ വിധി പ്രചരിപ്പിച്ചു. അവർക്കാണ് ഈ പരാതിയുള്ളത്, ആക്ഷേപമുള്ളത്. ഗൂഢാലോചന ഉണ്ടെന്നും അത് നടത്തിയ ദിലീപാണെന്നും പ്രചരിപ്പിച്ചവർക്കാണ് ഈ കോടതി വിധിയിൽ ആക്ഷേപമുള്ളത്. അവർ പ്രതീക്ഷിച്ച വിധി കോടതി പ്രസ്താവിക്കാത്തതിനാൽ ആക്ഷേപം, പ്രതിഷേധം, പരിഭവം, നിരാശ. അവര് പറയുന്നത് ജുഡീഷ്യറിയെ സംശയമാണ്. ജുഡീഷ്യറി സംശയത്തിന് നിഴലിലാണത്രേ. ആരാണ് സംശയിക്കുന്നത്? ഈ പറഞ്ഞവര് തന്നെ. പോലീസ് കൊടുത്ത സംഗതികള് അപ്പാടെ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങള്, പിന്നെ മാധ്യമങ്ങൾ വന്നത് മാത്രമാണ് സത്യം, കോടതി പറഞ്ഞതല്ല എന്ന് കരുതുന്ന കുറെ പേര്. ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഇത് ആ കേസുമായിട്ടുള്ള കഥയല്ല ഇത്. ഞാൻ പറഞ്ഞല്ലോ, അതല്ല ഞാൻ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും ഞാൻ എടുത്തു പറഞ്ഞ കാരണങ്ങളുണ്ട്. എന്താണ്? തെളിവുകൾ മുഴുവൻ പരിശോധിച്ച കോടതി പറയുന്നത് വിശ്വസിക്കണോ? തെളിവുകളില്ലാതെ ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്ന ആ പ്രചാരണം വിശ്വസിക്കണോ? ഈ പ്രചരിപ്പിക്കുന്നവർക്ക് പ്രത്യേക അജണ്ട ഇല്ല എന്ന് നമ്മൾ കരുതണോ? ഇവിടെയാണ് എനിക്ക് പറയാനുള്ള പോയിന്റ്. സീറോ മലബാർ സഭ ഒരു കോടതിയെ നിയമിച്ചു കുറച്ച് നാളുകൾക്ക് മുമ്പ്. ആ കോടതി അതിന് മുമ്പിൽ വന്ന സകല തെളിവുകളും മറ്റും പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തില് ചിലര് വലിയ കുറ്റം ചെയ്തുവെന്ന് വിധി പ്രസ്താവിച്ചു. പാമ്പാറച്ചന്റെ കോടതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശിക്ഷയും പരിഹാരവും ആ കോടതി നിർദ്ദേശിച്ചു. അപ്പൊ എന്തുണ്ടായി? ഇപ്പോ ഈ ദിലീപിന്റെ കേസിൽ സംഭവിച്ചതുപോലെ ആ കോടതി വിധിയെ സംശയിക്കുക, ആ കോടതിയെ അംഗീകരിക്കില്ലെന്ന് പറയുക, ആ കോടതിയുടെ വിധി ശരിയല്ലെന്ന് പറയുക. ആ കോടതി സഭയുടെ ജുഡീഷ്യറി സംശയത്തിന്റെ നിഴലിലാണെന്ന് പ്രചരിപ്പിക്കുക. അതിനേക്കാൾ വലിയ ഈ ദിലീപിന്റെ കേസിൽ വന്നതിനേക്കാൾ വലിയൊരു പ്രശ്നം സഭയിലുണ്ടായി. ഞങ്ങൾ നിയമിച്ച കോടതി ഞങ്ങൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്നുവെന്ന് ധാർഷ്ട്യത്തോടെ ചോദിച്ച് ആ കോടതിയെ പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തി. നോക്കൂ, തെറ്റ് തിരുത്തുന്നതിന് പകരം തെറ്റ് ചെയ്തവരെ ന്യായവൽക്കരിക്കാനും നിയമവ്യവസ്ഥയെ തകിടം മറിക്കാനും ഒരു സഭാ സംവിധാനം മുഴുവൻ അണിനിരക്കുക, അതും ആത്മീയമായ സംവിധാനം എന്ന് അവകാശപ്പെടുന്ന ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു സഭ, പരിശുദ്ധാത്മാവാണ് ആത്മാവ് എന്ന് കരുതുന്ന ഒരു സംഘടനയാണ്. പക്ഷെ അതേസമയം അതിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയുള്ള ഒരു ആത്മീയ പ്രസ്ഥാനമാണ് ഈ തങ്ങൾക്കെതിരെ വിധി പ്രസ്താവിച്ച കോടതിയെ തന്നെ പിരിച്ചുവിടാനുള്ള അത്ര നീചമായ കാര്യങ്ങളിലേക്ക് കടന്നത്. അതിനെല്ലാം അവര് കെട്ടിപ്പൊക്കുന്ന ചില കഥകളുണ്ട്. ആ കഥ എന്താണെന്ന് മാലോകർക്കെല്ലാം അറിയാം. അതിനെ സാധൂകരിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. അവരെ കൂടെ നിൽക്കാനായിട്ട് മുന്നേറ്റക്കാരും വിമതരും അവർക്ക് ഓശാന പാടുന്നവരൊക്കെ ഉണ്ടാകും. അവർ ഓരോ ദിവസം കെട്ടിച്ചമച്ച കഥകൾ ഇങ്ങനെ പുറത്തുവിടും. സഭാ സംവിധാനത്തിൽ, നിയമവ്യവസ്ഥയുള്ള സമുദായത്തിൽ കോടതി കണ്ടെത്തുന്നതാണ് സത്യമെന്ന് എല്ലാവർക്കും അറിയാം. അതല്ല നിലനിൽക്കുന്നത്. പക്ഷേ ഈ നിയമവ്യവസ്ഥ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ, ഈ നീതിമാനാകാൻ നിയമം പാലിക്കണമെന്ന ജോസഫിന്റെ നീതിബോധം അങ്ങനെ ചെയ്തില്ലെങ്കിൽ സമൂഹം അരാജകത്വത്തിലേക്ക് നീങ്ങും. അരാജകത്വം, നോക്കാ വാക്ക്, അരാജകത്വം പറഞ്ഞാൽ എന്താണ്? രാജാവില്ലാത്ത അവസ്ഥ. ഞാൻ അതിലേക്ക് വരികയാണ്. അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉടലെടുക്കുന്നതാണ് അരാജകത്വം. സത്യം തന്നെ അവഗണിക്കപ്പെടുകയും ഈ സമുദായം നിലനിൽക്കുന്നത് അടിത്തറ ഇല്ലേ, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് സത്യമാണ്. ഈ സ്നേഹം, സ്വാതന്ത്ര്യം, സത്യം, ഇങ്ങനെയുള്ള അടിത്തറകളിലാണ് ഈ സമുദായം, മനുഷ്യ സമുദായം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതിൽ ഒരു പില്ലർ തന്നെ പിടിച്ചുകുലുക്കി കളയാണ് സത്യമെന്ന ആ സ്തംഭം, ആ തൂണിനെ. സമുദായം നിലനിൽക്കാണ്ട് വരും. അരാജകവാദികൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. അവർക്ക് കുടുംബം വേണ്ട, മക്കള് വേണ്ട, തോന്നിയ പോലെ ജീവിക്കാം. അതാണ് ഈ അരാജകത്വത്തിന്റെ ഭാഗം. കത്തോലിക്ക സഭയില് പരമാധ്യക്ഷൻ എന്ന് പറഞ്ഞ മാർപ്പാപ്പ
സീറോ മലബാർ സഭയുടെ പരമമായ അധികാരം കൈയാളുന്നത് സിനഡ്. ഇങ്ങനെ സിനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന്, ഇവരെല്ലാം സംശയത്തിന്റെ നിഴലിലാണെന്ന് എറണാകുളം ലോബി പ്രചരിപ്പിക്കുക. ആ പ്രചാരണത്തിന് നേതൃത്വത്തിൽ കുറച്ചുപേര് വഴങ്ങിക്കൊടുക്കുക. ഇതല്ലേ യഥാർത്ഥ അരാജകത്വം? ആ രാജകത്വം, രാജാവില്ലാത്ത അവസ്ഥ എന്നാണ് ആ വാക്കിനർത്ഥം. പണ്ട് രാജാക്കന്മാരാണ് ഭരണകർത്താക്കൾ, ഇപ്പൊ അതിന് പകരം സർക്കാരോ അല്ലെങ്കിൽ ഭാരവാഹികളോ ഇങ്ങനെ നേതൃത്വത്തിൽ വരുന്നു. സഭയെ സംബന്ധിച്ച് മാർപ്പാപ്പയെ അനുസരിക്കാത്ത, കാനൻ നിയമം ആവശ്യമില്ലെന്ന് വിചാരിക്കുന്ന, ഭരണമില്ലാത്ത, നിയമവ്യവസ്ഥയില്ലാത്ത, നിയമമില്ലാത്ത, നിയമ സംവിധാനം തട്ടിമറിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകുക. അതാണ് അരാജകത്വം. ആ വ്യവസ്ഥ വ്യവസ്ഥയായി മാറുന്ന അവസ്ഥ, ആ വ്യവസ്ഥയില്ലായ്മ വ്യവസ്ഥയായി മാറുന്ന അവസ്ഥ, ഇതാണ് അരാജകത്വം. ഇതോടെ ക്രമസമാധാനം തകരുക മാത്രമാണ് സംഭവിക്കുക? അല്ല. ക്രമസമാധാനം തകർത്താൽ തങ്ങളുടെ അന്യായ രീതികൾ നടപ്പിലാക്കാൻ കഴിയും എന്നൊരവസ്ഥ മനഃപൂർവ്വം സൃഷ്ടിക്കുക. സീറോ മലബാർ സഭയുടെ ഭരണ സംവിധാനത്തെയും നിയമ സംവിധാനത്തെയും നോക്കുകുത്തിയാക്കി നിർത്തുക. സഭാജീവിതത്തെ നയിക്കാനും നിയന്ത്രിക്കാനും അങ്ങനെ ഒരു സംവിധാനം വേണ്ടെന്നും സഭാജീവിതത്തിന് അതിന് അടിസ്ഥാനം ആവശ്യമില്ലെന്നും പ്രചരിപ്പിക്കുക. ആ വാദം അംഗീകരിക്കാനും അത് മുതലെടുക്കാനും നേതൃത്വത്തിലുള്ള ചിലർ തന്നെ ശ്രമിക്കുക. അപ്പോൾ നിയമപ്രകാരമില്ലാത്ത അധികാരങ്ങൾ കൂടി തങ്ങളിലേക്ക് വന്നു ചേരും. അതിനുള്ള മാർഗമായി അവർ കാണുന്നത് ഈ അരാജകത്വം പ്രചരിപ്പിക്കുന്ന ശക്തികളുമായുള്ള പരസ്പര ധാരണയാണ്. അരാജകത്വം പ്രചരിപ്പിക്കുന്ന ശക്തികളുമായുള്ള പരസ്പര ധാരണ. മാർപ്പാപ്പയെ ധിക്കരിക്കുക, മെത്രാന്മാരെ ധിക്കരിക്കുക, മെത്രാൻ സിനഡിനെ ധിക്കരിക്കുക, കാനൻ നിയമം അറബിക്കടലിൽ തള്ളിക്കളയുക എന്നെല്ലാം പറഞ്ഞ് അരാജകത്വം പ്രചരിപ്പിക്കുന്ന ആളുകളുമായ ഒരു പരസ്പര ധാരണ, സമവായം എന്ന ഓമനപ്പേരാണ് നമ്മൾ കേൾക്കുന്നത്. സമാധാനപൂർവകമായ സഭാജീവിതത്തിന് അത് വേണമെന്നാണ് അവർ വാദിക്കുന്നത്. ആദ്യ നോട്ടത്തിൽ അതൊക്കെ ശരിയാണ് തോന്നും. കാരണം നമ്മൾ ഓരോ വ്യക്തിയിലും ഈ അരാജകത്വ വാസനയുണ്ട്. നിയമങ്ങൾ അനുസരിക്കാൻ നമുക്ക് പാടില്ലേ, ബുദ്ധിമുട്ടാണ് ഇല്ലേ? നിയമങ്ങൾ അനുസരിക്കുക, ലിറ്റർജി അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ചൊല്ലാൻ തന്നെ എന്തൊരു പാടാണ്. ഒന്നും മാറ്റി ചൊല്ലിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. കാരണം എന്താ? ഈ അരാജകത്വ ടെൻഡൻസി നമുക്ക് എല്ലാവരിലും ഉണ്ട്. നിയമം വേണ്ട, എനിക്ക് മുകളിൽ ദൈവം വേണ്ട, നിയമ സംവിധാനം വേണ്ട, ഞാൻ സ്വതന്ത്രനായി ജീവിക്കണം എന്നുള്ളൊരു മോഹം നമ്മിൽ എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദാമന്റെ പ്രശ്നമായിരുന്നു, തനിക്ക് മുകളിൽ ദൈവം വേണ്ട, താൻ തന്നെ തെറ്റും ശരിയും നിയമിക്കും, ഏത് തിന്നണം ഏത് തിന്നണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും, നിയമങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും എന്ന് തീരുമാനിച്ച ആദാമിൽ തുടങ്ങിയ എല്ലാവരിലും ഈ പ്രവണതയുണ്ട്, ഈ അരാജകത്വ പ്രവണത. നമ്മളതിന് ഉത്ഭവഭാവം എന്നൊക്കെ വിളിക്കും. ഈ വാസ്തവത്തിൽ ജോസഫിലും ഈ പ്രശ്നം നേളിക്കുന്നുണ്ട്. അതായത് നീതിമാനായിരിക്കണം, നിയമങ്ങൾ പാലിക്കണം, എന്നാൽ സ്നേഹത്തിന് പ്രമാണം പാലിക്കണം. ഈ ഒരു വല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 1:20 മത്തായി 1:20. അതിന്റെ ഗ്രീക്ക് വാക്ക് എൻറ്റ്യു മെഥേൻഡസ് എന്നാണ്. എൻറ്റ്യു മെഥേൻഡസ്. ഈ ഗാഠമായി ആലോചിച്ചതൊക്കെ പറഞ്ഞാൽ ആ വാക്കിന്റെ അടുത്തെങ്ങും വരില്ല, അതിന്റെ ധ്വനി സാന്ദ്രത വരില്ല. ആന്തരികമായി ഹൃദയ സംവാദം എന്നൊക്കെ നമ്മൾ ചിലപ്പം അങ്ങനെ സാഹിത്യപരമായിട്ട് പറയും. അതായത് ജോസഫിന് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട ദിവ്യ ദൂത് നട്ടം തിരിക്കുന്നതും ഞെരിപിരി കൊള്ളിക്കുന്നതും ആഘാതമേൽപ്പിക്കുന്നതുമായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ജോസഫ്, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ. ചിലപ്പോൾ മുറിയിൽ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അത്യസാധാരണമായ വിശ്വാസം ആവശ്യപ്പെടുന്നതായിരുന്നു സ്വർഗത്തിൽ നൽകപ്പെട്ട ദൂത്. പക്ഷെ ആ സത്യം ഇതപര്യന്തം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്തതാണ്. മുൻകൂട്ടി കാണാൻ കഴിയുന്നതല്ല. അങ്ങനെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന സകലതിനെയും അതിശയിപ്പിക്കുന്നതാണ്. എന്താണ് ദൂത്? മനുഷ്യരുമായി ചേർന്ന് പുതിയൊരു ചരിത്രത്തിന് സമാരംഭം കുറിക്കാൻ ദൈവം തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. ഇതാരും ചോദിച്ചു പോകും, ഇതൊക്കെ ശരിയാവുമോ? ദൈവം തന്നെ മനുഷ്യനാകുകയെ? എന്താ പറയണേ? ദൈവം അങ്ങനെ സാഹസം എടുക്കുവോ? പക്ഷെ ചോദിച്ചു നിൽക്കാൻ നേരമില്ല, മറിയത്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനോട് താൻ എങ്ങനെ പ്രതികരിക്കണം? ഇതാണ് ആത്മാവിൽ ചൂടായിട്ട് ഇങ്ങനെ ചൂളയിൽ കിടക്കുകയാണ് യോസഫ്. അപ്പോൾ ആത്മാവിൽ തപിച്ചും ധ്യാനിച്ചും ആത്മചൈതന്യത്തിൽ ഹൃദയഭാവത്തിൽ ചർച്ച ചെയ്യുകയാണ് ഈ യോസഫ്. മാലാഖ നൽകിയ ആകാശദൂതിന്റെ പൊരുളുകൾ ഉരുക്കഴിക്കാൻ അദ്ദേഹം നടത്തിയ ആന്തരിക സംഘർഷം നമുക്കത് ഭാവനയിൽ കാണാൻ പോലും പ്രയാസമാണ്. നമ്മുടെ ഭാവനയ്ക്കും അപ്പുറത്താണത്.
അത്രയും വലിയൊരു ഒരു ഒരു ആഘാതമേൽപ്പിക്കുന്ന ദൂതാണ് സ്വർഗത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ദൈവം ഗബ്രിയേൽ മാലാഖയെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അയക്കുന്നത്. ജോസഫിന് സ്വർഗത്തിൽ നൽകപ്പെട്ട ആ ദിവ്യദൂത് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലേ, മാലാഖ വന്ന് പറയാണ്, നീയെ വീണ്ടും ഒരു എന്താ പറയാ ആഘാതം കൂട്ടുകയാണ്. അവളെ ഭാര്യയെ സ്വീകരിക്കുക. അവളിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നത് കേട്ടിട്ട് അതിന്റെ ആഘാതം തീർന്നിട്ടില്ല. എന്നിട്ട് പറയാണ് അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കുക. അവളാണ് എന്റെ ഭാര്യ, അവളെങ്ങനെ സ്വീകരിക്കുക. എന്തുമാത്രം ഞെരിപൊലി കൊണ്ടിട്ടുണ്ടാകും ഇതൊന്ന് അനുസരിക്കാൻ യോസഫ്. ദൈവത്തിൽ നിന്ന് തന്നിലേക്ക് വരുന്നത് ആ ദൂത്, ആകാശദൂത്, പുതിയതും പ്രതീക്ഷിക്കാത്തതും മാനുഷികമായി പറഞ്ഞാൽ അവിശ്വസനീയമായ വാർത്ത, അത് സ്വീകരിക്കാൻ യോസഫ് മനസ്സുകൊണ്ട് ഒരുങ്ങുകയാണ്. പിന്നീട് യേശു പറയുന്നുണ്ട്, ഫരിസേയരുടെ നീതിയെ അതിശയിക്കുന്ന നീതി ഇല്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കില്ല. മത്തായി 5:20. അതെന്താണെന്ന് യേശുവിനെ പഠിപ്പിച്ചത് ജോസഫാണ്. ഫരിസേയരുടെ നീതിയെ അതിശയിക്കുന്ന നീതി, നിയമത്തെയും സ്നേഹത്തെയും ഏകതയിൽ ഒന്നിപ്പിക്കുന്ന പുതിയൊരു പാത യോസഫ് കണ്ടുപിടിക്കുകയാണ്. നിയമത്തെയും സ്നേഹത്തെയും ഏകതയിൽ ഒന്നിപ്പിക്കുന്ന ഒരു പുതിയ പാത, അനുസരണത്തിന്റെ പുതിയ പാത യോസഫ് കണ്ടെത്തുകയാണ്. ഇന്ന് ഈ മംഗളവാർത്ത കാലത്തിന്റെ 4-ാം ഞായറില് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഈ ജോസഫിന്റെ നീതി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കണം. ജോസഫിന്റെ അനുസരണം അത് നമ്മളെ പ്രേരിപ്പിക്കണം. എന്താണ് നീതി എന്ന് വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കണം. നിയമങ്ങൾ, ന്യായമായി നൽകപ്പെട്ട നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അത് അരാജകത്വം സൃഷ്ടിക്കും. ആ അരാജകത്വം സൃഷ്ടിക്കുമ്പോൾ അത് സഭയ്ക്കേൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. സഭയ്ക്ക് നഷ്ടം വരുത്താതിരിക്കാൻ, നാശം വരാതിരിക്കാൻ, സഭാംഗങ്ങൾക്ക് ഇടർച്ച നൽകാതിരിക്കാൻ, ഞെരിപുരി കൊള്ളിക്കുന്നതെങ്കിലും ആഘാതമേൽപ്പിക്കുന്നതെങ്കിലും ഞാൻ അനുസരിച്ചേ തീരൂ എന്ന് നേതൃത്വവും മുന്നേറ്റക്കാരും വിമതരും തീരുമാനിച്ചാലേ ഈ മംഗളവാർത്തയാകൂ. ഞെരിപുരി കൊള്ളിക്കുന്നതെങ്കിലും ആഘാതമേൽപ്പിക്കുന്നതാണെങ്കിലും മാർപ്പാപ്പ ആവശ്യപ്പെട്ട ഏകീകൃത കുർബാന മാത്രം, അതെല്ലാ പള്ളികളിലും എല്ലാ കുർബാനയും അത് മാത്രം ചൊല്ലുമെന്ന് തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്താലേ ജോസഫ് കാണിച്ച ആ നീതിബോധം, നിയമത്തിന്റെ അനുസരണവും സ്നേഹത്തിന്റെ അനുസരണവും, സ്നേഹത്തിന് ഉത്ഭവിക്കുന്ന അനുസരണം, അപ്പോഴാണ് അത് ശരിയായ അനുസരണമാകുക. നിയമത്തിന്റെ അനുസരണം സ്നേഹത്തോടുകൂടി ചെയ്യുമ്പോഴാണ് അത് ശരിയായ അനുസരണമാകുക. അതിലേക്കുള്ളൊരു ചുവട് വെക്കാൻ ഈ മംഗളവാർത്ത കാലത്ത് കുറച്ചു വൈദികർക്കെങ്കിലും കഴിയണം. ഞാൻ കുറച്ച് വൈദികരെക്കെല്ലാം നേരിട്ട് കണ്ടിരുന്നു. അവരെന്നോട് പറഞ്ഞത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പകുതിയോളം വൈദികരെങ്കിലും മാർപ്പാപ്പയോടൊപ്പം ചേർന്ന് സഭയുടെ കുർബാന ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള ചങ്കുറപ്പ് അവർക്കില്ല. കാരണം അവരുടെ മേലുള്ള സമ്മർദ്ദം അത്ര അധികമാണ്. ഈ മംഗളവാർത്ത കാലത്ത് എന്റെ ഈ ഒരു ടോക്ക് കേട്ടിട്ട് ഇത് കുറച്ച് നീണ്ടുപോയതാണെങ്കിൽ പോലും ഒരാൾക്കെങ്കിലും ഈ സഭയോടൊപ്പം ചേർന്ന് ഞെരിപുരി കൊള്ളിക്കുന്നതും ആഘാതമേൽപ്പിക്കുന്നതുമാണെങ്കിലും ഈ സഭയുടെ നിയമം അനുസരിച്ച് ഏകീകൃത കുർബാനയെ ഞാൻ ചൊല്ലൂ എന്നൊരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതൊരു മംഗളവാർത്ത കാലം തന്നെയാകും. ശരിക്കും പുതുജനനത്തിന്റെ വാർത്ത, പുതുജനനം സംഭവിക്കുന്ന ഒരു സീസണായി മംഗളവാർത്ത കാലമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.